സംസ്ഥാനത്ത് വ്യാപക മഴയാണ്. മഴക്കെടുതിയുണ്ട്. തിരുവനന്തപുരത്തും കൊച്ചിയിലും വെള്ളക്കെട്ടുണ്ടായി. തിരുവനന്തപുരം നഗരത്തിൽ പലയിടത്തും മരങ്ങൾ വീണ് വൈദ്യുതി തടസ്സപ്പെട്ടു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി എന്നീ സ്ഥലങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നുമുണ്ട്. എന്തായാലും മഴക്കെടുതി നേരിടാൻ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയതായി റവന്യൂ മന്ത്രി കെ രാജൻ പറയുകയാണ്. കേരളത്തിൽ റെഡ് അലർട്ടും മഴ ശക്തമാകുമെന്നുള്ള കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പും പരിഗണിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ദുരന്ത നിവാരണ വകുപ്പ് എന്ന നിലയിൽ അവരെടുത്ത് പോകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകൾക്കും പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കേന്ദ്രങ്ങളിലും താലൂക്ക് കേന്ദ്രങ്ങളിലും DOCകളും TOCകളും ശക്തിപ്പെടുത്തിക്കൊണ്ട് മഴയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഏത് വിധത്തിലുള്ള പ്രയാസങ്ങളെയും നേരിടാൻ കഴിയുന്ന വിധത്തിലുള്ള ആലോചനകൾ എല്ലാം നടത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഷഫീദ് റാവത്ത്, ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ, പത്തനംതിട്ട ശ്രീകുമാർ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ വെച്ചിരുന്നു. ആദ്യം ഷഫീദിലേക്ക് പോവുകയാണ്. ഷഫീദ്, ആ റോഡിൽ രാവിലെ മുതൽ തന്നെ ഇന്നലെ മുതൽ തന്നെ അവിടെയൊക്കെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടാണ്. ഇപ്പോഴും അത് തുടരുന്നുണ്ടോ? മഴ തുടരുന്നുണ്ടോ ഷഫീദ്? അശ്മി, തിരുവനന്തപുരം നഗരത്തിൽ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്തൊരു വെള്ളക്കെട്ടിനാണ് ചാലയടക്കം സാക്ഷ്യം വഹിച്ചതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ തിരുവനന്തപുരം മേയർ വലിയ വ്യാപക വിമർശനം, ആക്ഷേപം, ആരോപണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആ പ്രദേശങ്ങളിൽ മേയർ ആര്യ രാജേന്ദ്രൻ സന്ദർശനം നടത്തുകയാണ്. മേയർ എത്തിയിട്ടില്ല, മേയർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളൊരു വലിയ പരാതി ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക്, കച്ചവടക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ ഇവിടെ ശാലയിലെ ഒരു ഭാഗത്തേക്ക് എത്തി. ഇപ്പോഴും പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല മേയർ പോകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കറിയുകയുമില്ല. കാരണം വലിയ പ്രതിഷേധങ്ങൾക്ക് അത് വഴിവെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്വാഭാവികമായും ഇപ്പോൾ ഈ രാമചന്ദ്ര അടക്കമുള്ള വലിയ കെട്ടിട സമുച്ചയങ്ങളുള്ള സ്ഥലങ്ങൾക്ക് ഫ്രണ്ടിലെ സ്ഥലത്താണ് ഇപ്പോൾ മേയർ ഈ ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നത്. എന്താണ് സംഭവം എന്നടക്കമുള്ള കാര്യങ്ങൾ മേയർ അവരോട് തേടുകയാണ്. പക്ഷേ ഇതിന് തൊട്ടപ്പുറത്തേക്ക് കുത്തുവാൾ സ്ട്രീറ്റും അതേപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലുമാണ് തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി ഉണ്ടായ മഴയുടെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ വെള്ളം കയറി. ഈ വെള്ളം കയറിയത് മാത്രമല്ല അശ്മി, ഇതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം ഈ സാധാരണ മനുഷ്യർ, അതായത് ഈ ചാല എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാണിജ്യ കമ്പോളമാണ്. അവിടേക്ക് സാധനം വാങ്ങാൻ എത്തുന്നത് സാധാരണക്കാരാണ്. ഈ ഹോൾസെയിലായിട്ട് സാധനം വാങ്ങാൻ എത്തുന്ന ചെറുകിട കച്ചവടക്കാരാണ്. ഇവരെ അടക്കം ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടുള്ള ആ ഒരു വെള്ളക്കെട്ട് തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേകിച്ച് ചാല ഭാഗത്തുണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം വ്യാപകമായി ആളുകൾ ഈ വെള്ളക്കെട്ടിലേക്ക് വീഴുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ദൃശ്യങ്ങളിലടക്കം നമ്മളത് വ്യാപകമായി കണ്ടതാണ്. എന്താണ് അതിന് പോംവഴി എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും നഗരസഭ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്തത് നമ്മൾ കണ്ടില്ല. ആളുകൾ ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമ്മളുടെ ലൈവിൽ തന്നെ ഏതാണ്ട് ഒരു 4ഓളം ആളുകൾ, സാധനം വാങ്ങാൻ എത്തിയ പ്രായമുള്ള 4ഓളം ആളുകൾ ഈ റോഡിന്റെ 2 വശത്തും ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഓടക്കടക്കം കുഴിയെടുത്തിരുന്നു. ആ സ്ലാബുകളടക്കം പലതും മൂടിയിട്ടില്ല. അവിടേക്ക് ഇങ്ങനെ ആളുകൾ വീണുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ നിത്യ കാഴ്ചയായി കാണുന്നത്. തലസ്ഥാന നഗരത്തിലൊട്ടും സ്വാഭാവികമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം സ്മാർട്ട് സിറ്റി എന്ന പേരിട്ടാണ് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. മഴക്കാലത്തിന് മുൻപ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയതാണ്, വാക്ക് നൽകിയതാണ്. പക്ഷേ എങ്ങുമെങ്ങും എത്തിയില്ല. ആളുകൾ ദുരിതക്കയത്തിലാണ്, ആളുകൾ വെള്ളക്കെട്ടിലാണ്. സമാനതകളില്ലാത്ത ദുരിതവും ദുഃഖവും തിരുവനന്തപുരം നഗരത്തിലെ പ്രദേശവാസികൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്ക് ഈ ഘട്ടത്തിൽ മേയർ പ്രതികരിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മേയറുടെ ആ സമീപനമെന്ന് നമുക്കറിയില്ല. മേയർ ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തൽക്കാലം വരുന്നില്ല എന്നുള്ളൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ പ്രതികരണത്തിന് ശ്രമിക്കും. കാരണം എന്താണ് ഇക്കാര്യത്തിൽ മേയർക്ക് പറയാനുള്ള മറുപടി എന്നറിയണം. കാരണം ഇവിടെ വന്ന് ഏതെങ്കിലും തരത്തിൽ കുറച്ച് ആളുകളോട് മാത്രം സംസാരിച്ചിട്ട് പോകുന്നതല്ല മേയർ എന്നുള്ളതാണ് സ്വാഭാവികമായി നമുക്ക് പറയാനുള്ളൊരു കാര്യം. ഏതായാലും നമുക്ക് ആ പ്രതികരണത്തിലേക്ക് കൂടി, മേയറുടെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി ഇതുമായി ബന്ധപ്പെട്ടൊരു പക്ഷേ നമുക്ക് അവർക്ക് സമ്മതമാണെങ്കിൽ തേടാം, അതല്ലെങ്കിൽ അവർ സംസാരിക്കില്ല എന്നുള്ള നിലപാടായിരിക്കും എടുക്കുക. ഏതായാലും വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം തുടർച്ചയായി 3 ദിവസം മഴ പെയ്തു. ശരിയാണ്, കാലവർഷമാണ്, മുൻകൂട്ടി അറിയാനടക്കം പലതരത്തിലുള്ള പരിമിതികളുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഇത്തരത്തിലൊരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോയത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ചാലയിലെ അടക്കം മനുഷ്യർ ഞെട്ടലോടെ നോക്കിക്കാണുന്നത്. കാരണം അവരുടെ വ്യാപാരങ്ങൾ പൂർണ്ണമായും നഷ്ടത്തിലായി, ആളുകൾ ദുരിതത്തിലാകുന്നു, ഒരു തരത്തിലും അവരുടെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നില്ല. അപ്പോൾ ഈ ഭരണകൂടം എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായും അവർ ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ഏതായാലും ഇപ്പോൾ ഈ മേയർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും മേയർ ഈ പ്രധാനപ്പെട്ട വെള്ളക്കെട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നില്ല. അവിടെ വിമർശനം കടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവർ ആളുകളുമായി വിവരശേഖരണം നടത്തുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും മേയറെ പ്രതികരിക്കാനുണ്ടോ? അല്ല, ജസ്റ്റ് എന്താണ് ഈ വിഷയം? ആളുകൾ അല്ല മേയർ നമ്മൾ ഈ പരിഹാരം ഉടനെ കാണോ? മേയറെ അശ്മി, ഇതാണ് മേയറുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം. അതായത് ഇപ്പോൾ സംസാരിക്കാനില്ല എന്ന് അവർ പറയുന്നു. അത് തന്നെ
അത്യന്തം നാണക്കേടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നു, ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായ ആളുകൾ ഇങ്ങനെ ദുരിതത്തിലാകുമ്പോൾ തലസ്ഥാന ജില്ലയിലെ മേയർ അവർ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് സ്വാഭാവികമായും അത് നാണക്കേടുണ്ടാക്കും എന്നുള്ളതല്ലാതെ മറ്റൊന്നും പറയാനില്ല. കാരണം ഇതിനു മുൻപ് മേയറുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളും വിഷയങ്ങളും ഒക്കെ മാറ്റി നിർത്തിയാൽ പോലും ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിന് മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയാം. നമ്മൾ കണ്ടതാണ്, നമ്മൾ മൈക്ക് നീട്ടിയപ്പോൾ അവർ സംസാരിക്കാനില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ മേയർക്ക് മറുപടിയില്ല, തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിൽ മേയർക്ക് മറുപടിയില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ് ലക്ഷ്മി.